ഓണത്തിന് പൂക്കളങ്ങൾ ഒരുക്കാൻ ചെണ്ടുമല്ലി കൃഷിയുമായി കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രം. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തരിശുഭൂമിയിൽ ചെണ്ടുമല്ലി പൂപ്പാടം പൂത്തുലഞ്ഞു നിൽക്കുന്നത് മനോഹര കാഴ്ചയായി. ഓണം എന്ന് കേൾക്കുമ്പോൾ പൂക്കളാണ് ആദ്യം മനസ്സിൽ വരിക. ഓണപ്പൂക്കളങ്ങളിൽ പ്രധാനിയാണ് ചെണ്ടുമല്ലി. കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെ കൂട്ടായ്മയിൽ തളിരിട്ട ആശയക്കരുത്തിൽ 2000-ഓളം ചെടികളിലായി സൗരഭ്യം പടർത്തി ആയിരക്കണക്കിന് ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു. ഓറഞ്ച്, മഞ്ഞ നിറങ്ങളിൽ കണ്ണിന് കുളിർമയായി ഇത്തരത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ അപൂർവമാണ്. ഓണത്തിന് പൂക്കളമൊരുക്കാൻ ഇവർക്ക് തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന പൂക്കൾ കാത്തിരിക്കേണ്ടതില്ല. കഴിഞ്ഞ ജൂൺ 19-നാണ് മറ്റത്തൂർ കൃഷിഭവനിൽ നിന്നും എത്തിച്ച 2000-ഓളം തൈകൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചത്. കൃഷി ഓഫീസർ ഡോക്ടർ PU ദിവ്യയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സഹായം ഇവർക്ക് പിന്തുണയായി. 2016-2023 കാലഘട്ടത്തിൽ മികച്ച നെൽകർഷകനുള്ള അവാർഡ് നേടിയ ദിവാകരൻ കുറ്റിലിക്കാടൻ്റെ മേൽനോട്ടത്തിലാണ് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം കുറിച്ചത്. ഓണവിപണിയിൽ പൂക്കൾക്ക് വിലയേറുന്ന സമയത്ത് കൊരേച്ചാൽ നിവാസികൾക്ക് മിതമായ നിരക്കിൽ പൂക്കൾ ലഭ്യമാക്കുകയും ക്ഷേത്ര പരിസരം വർണ്ണാഭമാക്കി നിലനിർത്തുകയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. നമുക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. നമ്മുടെ ഈ പ്രദേശത്ത് ഓണം സമയത്ത് പൂക്കൾക്കൊക്കെ, പ്രത്യേകിച്ച് ചെണ്ടുമല്ലി പൂക്കൾക്കൊക്കെ വലിയ വില കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ആ അവസരത്തിൽ ആ വിപണിയേക്കാളും കുറച്ച് റേറ്റിൽ നമ്മുടെ പ്രദേശത്ത് പരമാവധി ആളുകൾക്ക് റേറ്റ് കുറച്ച് ഈ പൂക്കൾ എത്തിക്കുക, ഓണത്തോടനുബന്ധിച്ച് എല്ലാവർക്കും ആവശ്യക്കാർക്കും എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ് ഞങ്ങളിത് തുടങ്ങി വച്ചത്. ക്ഷേത്രം പ്രസിഡന്റ് കൊച്ചുണ്ണി കർത്ത, സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനൂജ് വെട്ടിയാട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും വിവിധ സംഘടനകളും 2 മാസത്തോളം ചെടികളെ പരിപാലിച്ചു പോന്നത്. ഓരോ ചെടികൾക്കും പ്രത്യേക കരുതലും വളവും നൽകി സംരക്ഷിക്കുമ്പോഴും പലപ്പോഴും പ്രതികൂല കാലാവസ്ഥ ഇവർക്ക് തിരിച്ചടിയായിരുന്നു. എങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് ക്ഷേത്രാങ്കണത്തിൽ വർണ്ണവസന്തം തീർത്ത പൂക്കളുടെ കാഴ്ച ഇപ്പോൾ ഇവരുടെ മനം നിറയ്ക്കുകയാണ്. ഈ വർഷത്തെ കാലാവസ്ഥ നമ്മളെ പ്രതികൂലമായി ബാധിച്ചതുകൊണ്ട് വിളവെടുപ്പ് കാര്യമായിട്ട് നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല. എന്നിരുന്നാലും മോശമില്ലാത്ത രീതിയിൽ കൂടെ തന്നെ ഇപ്പോൾ നട്ടത്തൂർ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു പരിപാടിയായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കിയായിരുന്നു. അപ്പോൾ അതിലൊക്കെ നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു സംഭവം ഈ കിരാത പാർവതി ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലുള്ള ഈ ചെണ്ടുമല്ലി കൃഷിയാണ്. അതിനുവേണ്ടി ഇവിടെ എനിക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ തന്നെ ഈ ഭഗിനി മണ്ഡൽ അതുമാതിരി തന്നെ അവരെല്ലാവരും ആശ്രാന്തമായിട്ട് പരിശ്രമിച്ചിട്ടാണ്. കാരണം ഇതിൻ്റെ വളടലും അതുമാതിരി തന്നെ പുല്ലുറയ്ക്കലും അതുമാതിരി എല്ലാ സംഭവങ്ങളും ചെയ്തു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഗുണം കിട്ടിയില്ല. കാരണം അതെല്ലാവർക്കും അറിയാം, ഈ കാലാവസ്ഥ ഇതേമാതിരി ആയിരുന്നല്ലോ. ഈ മാസം 23-ന് ശനിയാഴ്ച രാവിലെ 10-ന് ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പ് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. പൂക്കൾ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഇതേ കൃഷിയിടത്തിൽ വെണ്ടക്കൃഷി ആരംഭിക്കാനും ഇവർ പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാലത്തും ക്ഷേത്ര പരിസരം ഹരിതാഭമായി നിലനിർത്താനും ഇവർ ആഗ്രഹിക്കുന്നു. 2025-ലെ ഓണക്കാലത്തെ വരവേൽക്കാൻ കൊരേച്ചാൽ നിവാസികൾക്ക് പൂക്കൾ തമിഴ്നാട്ടിൽ നിന്നും വരേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന പൂക്കളെല്ലാം തമിഴ്നാട്ടിലെ വിരിയൂ എന്ന ധാരണയെ തിരുത്തിക്കുറിക്കുകയാണ് കൊരേച്ചാൽ ശ്രീ ദുർഗ കിരാത പാർവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി. 2 മാസക്കാലം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ പരിപാലിച്ചു വളർത്തിയ പൂക്കൾ ഈ ശനിയാഴ്ച വിളവെടുപ്പിന് തയ്യാറാകുമ്പോൾ വലിയ സന്തോഷത്തിലാണ് കൊരേച്ചാൽ നിവാസികൾ. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.